നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് നട്ടം തിരിയുകയാണ് പല പാശ്ചാത്യ രാജ്യങ്ങളും. ധാർമ്മികതയുടെയും പണ്ടെടുത്ത ചില തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പല പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോഴും അഭയാർത്ഥികളെ തടയാതെ അവരെ നിർബാധം കടന്നു വരാൻ അനുവദിച്ചതൊക്കെ തന്നെയാണ് ഒരുപക്ഷേ ഇത് വലിയ തോതിലുള്ള ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. ബ്രിട്ടനിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ അനധികൃത കുടിയേറ്റക്കാർ അവിടെ സൃഷ്ടിക്കുന്ന തലവേദനയും സാമ്പത്തിക ബാധ്യതകളുമൊക്കെ തന്നെ ബ്രിട്ടനെയും വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായ ഒരു വിഷയമാണ് സ്പെയിനിൻ്റെ അധീനതയിലുള്ള ആഫ്രിക്കൻ അതിർത്തിക്ക് സമീപമുള്ള സെവൂട്ട എന്ന നഗരത്തിലേക്ക് ഒരു വലിയ വിഭാഗം ഏതാണ്ട് 60,000-ഓളം വരുന്ന മൊറോക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇരച്ചു കയറിയെത്തിയത്. ഒരു ദിവസം കൊണ്ടാണ് ഈ 60,000-ഓളം പേർ അവിടെ എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ഇവരെവിടേക്ക് അയച്ചത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കുബുത്തിയാണ് എന്നൊക്കെ പലരും പറഞ്ഞു പരത്തിയെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു ബാധ്യതയായി മാറുകയായിരുന്നു. ഏതാണ്ട് 80,000-ഓളം വരുന്ന ജനസംഖ്യയുള്ള ഒരു നഗരമാണ് സെബോട്ട. അവിടേക്കാണ് ഈ 60,000-ഓളം പേർ ഒറ്റ ദിവസം ഇരച്ചു കയറി എത്തിയത്. ഇവർ വീടുകളിലേക്ക് കടന്നു കയറുന്നു, കടകളിലേക്ക് കടന്നു കയറുന്നു, അവിടെ ചെന്ന ഭക്ഷണം ചോദിക്കുന്നു, വെള്ളം ചോദിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾ ശരിക്കും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു സംഭവം അവരെ കൊണ്ടുവന്നെത്തിച്ചത്. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം സ്പെയിൻ സർക്കാർ വെളിപ്പെടുത്തിയത് ഇവരെല്ലാവരും തന്നെ തിരികെ പോയി, ഇവരെല്ലാവരും ഞങ്ങൾ മടക്കി അയച്ചു കഴിഞ്ഞു, ഇനി അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ്. പക്ഷേ സ്പാനിഷ് സർക്കാരിൻ്റെ ഈ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ഇപ്പോൾ പല പാശ്ചാത്യ മാധ്യമങ്ങളും ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ തെളിയിക്കുന്നത്. അവിടെ എത്തിയ ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ കണ്ടത് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല അവർ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുത, ഒരു 11-12 വയസ്സ് പ്രായമുള്ള ഏതാണ്ട് 5,000-ഓളം വരുന്ന കൊച്ചുകുട്ടികൾ അവിടെ ആകെ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്നാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഈ അഭയാർത്ഥികൾക്ക് തന്നെ ഏറെ വ്യത്യസ്തമാണ് ഈ കുട്ടി അഭയാർത്ഥികളുടെ ഒരു പ്രശ്നം. ഇവരെ ജയിലിടാനോ മറ്റ് ശിക്ഷാ നടപടിക്ക് വിധേയരാക്കാനോ തന്നെ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല അവിടെയുള്ള സ്പാനിഷ് സർക്കാരിൻ്റെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലൊക്കെ തന്നെ ഇവർ ചെന്ന് നീണ്ട ക്യൂ നിൽക്കുകയാണ്. തങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും മറ്റും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നിരന്തരമായി അവിടെ കയറി ഇറങ്ങുന്നു. അധികൃതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്പാനിഷ് പ്രധാനമന്ത്രി ആകട്ടെ ഇപ്പോൾ അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണ്. അദ്ദേഹം എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ചുറ്റുപാട് അവിടെ രൂപം കൊണ്ടിരിക്കുകയാണ്. റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനകളാണ് ഇവർക്ക് ഭക്ഷണവും വെള്ളവും മറ്റുമൊക്കെ തന്നെ നൽകുന്നത്. ഇവർ പല വീടുകളുടെയും വരാന്തകളിൽ കയറി കിടക്കുന്നു. ദൂര കടകളിലും സമീപപ്രദേശങ്ങളിലുള്ള തങ്ങൾക്ക് രാത്രി കിടക്കാൻ പറ്റിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവർ അതിക്രമിച്ച് കയറി അവിടെ താമസിക്കുകയാണ്. എന്നാൽ സെബോട്ടയിലെ ജനങ്ങളാണെങ്കിൽ പൊതുവെ സമാധാനപ്രിയരായ ഒരു വിഭാഗമാണ്. അവർ ആകെ അമ്പരപ്പിലാണ്. കാരണം ഇവരെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. ഇവരൊന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ വെള്ളം ചോദിക്കുമ്പോഴൊക്കെ തന്നെ എങ്ങനെ കൊടുക്കാതിരിക്കും എന്നുള്ളൊരു പ്രശ്നവും അവിടെ ഉദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയായിട്ട് വേണം കണക്കാക്കാൻ. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകണം എന്നുള്ളൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തിരുന്നു. അവിടുത്തെ പാർലമെൻറ്റ് അത് അംഗീകരിച്ചിരുന്നു. അങ്ങനെയാണ് സ്പെയിനിലേക്ക് ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ ഒഴുകിയെത്തിയത്. ഒടുവിൽ സ്പെയിനും ഇവരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന സമയത്താണ് സ്പെയിനിൻ്റെ അധീനതയിലുള്ള ഈ പട്ടണത്തിലേക്ക് ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഒരു ദിവസം കൊണ്ട് ഇരച്ചു കയറിയെത്തിയത്. ഈ കൊച്ചുകുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഇവർ പറയുന്നത് ഇവർക്ക് ബ്രിട്ടനിലേക്കോ മറ്റോ പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് ദിവസം ഇവിടെ തങ്ങിയതിന് ശേഷം മതിയായ യാത്രാരേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് പോയി അവിടെ സുഖമായി ജീവിക്കാം എന്നാണ് ഈ കൊച്ചുകുട്ടികൾ പോലും പറയുന്നത്. എന്നാൽ ഈ മുതിർന്നവരാകട്ടെ വലിയൊരു ശതമാനം പേരെയും തിരികെ അയച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ അതൊന്നും തന്നെ വാസ്തവമല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബാധ്യതയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2015 ജർമ്മനിയിൽ ഇതുപോലെ ആളുകളെ യഥേഷ്ടം അനധികൃത കുടിയേറ്റക്കാരെ കടന്നു വരാൻ അനുവദിച്ചതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അവിടെ തദ്ദേശീയർ പോലും പിന്നീട് സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ സ്പെയിനും ഒരുപക്ഷെ അവരുടെ അധീനതയിലുള്ള ഒരു നഗരമാണ് സെവൂട്ട എങ്കിൽ പോലും അവിടേക്ക് ഇത്രയും പേർ അതിക്രമിച്ച് കയറുകയും അവർ തിരികെ വീടുകളിലേക്ക് പോകാതെ അവിടെ തന്നെ ചുറ്റിത്തിരികുകയും ചെയ്യുന്നത് വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഇവിടേക്ക് അനധികൃതമായ ഇത്തരത്തിൽ കടൽ നീന്തി എത്തിയവരിൽ ഐസിസ് തീവ്രവാദികൾ പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. വളരെ കടുത്ത കുറ്റങ്ങൾ ചെയ്ത് ജയിലിലായ ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് സമാധാനപരമായി ജീവിക്കുന്ന ഈ ഒരു പട്ടണത്തെ കലാപഭൂമിയാക്കി മാറ്റുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. സ്പാനിഷ് സർക്കാർ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തന്നെ
ഒന്നൊന്നായി പൊളിഞ്ഞടുങ്ങുകയാണ് എന്ന് വേണം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഇവരെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന സ്പെയിനും അതുപോലെ മറ്റ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ അഭയാർത്ഥി പ്രശ്നത്തിൽ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആവശ്യവുമായി വലിയ താമസിയാതെ രംഗത്തെത്താനാണ് സാധ്യത. അനധികൃതമായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്ന ഇവരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും തീവ്രവാദികളും വരെ ഉൾപ്പെടുന്നു എന്നുള്ളത് അതാത് രാജ്യങ്ങളിലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ ആളുകളെ ഇവർ കൊല്ലുകയും മോഷണം നടത്തുകയും പിടിച്ചുപറിയുകയും ചെയ്യുന്ന ഒരവസ്ഥ മറ്റു പലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സെവൂട്ടയിലെ ജനങ്ങളാകെ ആ ഉത്കണ്ഠയിലാണ്. എങ്ങനെയെങ്കിലും ഈ ബാധ്യത ഒന്ന് ഒഴിച്ചു തരണം എന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ അവർ സ്പാനിഷ് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ സ്പാനിഷ് സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ കൈമലത്ത് കാണിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും മടങ്ങിപ്പോയി എന്ന് സ്പാനിഷ് സർക്കാർ പറയുമ്പോഴും അങ്ങനെ അല്ല എന്ന് തന്നെയാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.